ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് നമിത പ്രമോദിനെയാണ് കേട്ടോ. ഈ സിനിമയിലെ ക്യാരക്ടറായ അധിഷ്ഠലക്ഷ്മിയാണ് ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ സീനിലെ കോസ്റ്റ്യൂം ആൻഡ് ക്യാരക്ടർ ലുക്ക് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഒരു പിങ്ക് കുർത്തി വിത്ത് വൈറ്റ് ദുപ്പട്ട ആൻഡ് വൈറ്റ് പാൻസ് ആണ് ഇടുന്നത്. എനിക്കാണെങ്കിൽ എക്സാക്ട് സാധനമൊന്നും കിട്ടിയില്ല, അപ്പം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ട്. ഈ സിനിമ കണ്ടവർക്ക് അറിയാം, നമിത പ്രമോദിന് ഇതിനകത്ത് കുറച്ച് മേക്കപ്പേ ഉള്ളൂ, അത്ര ഭയങ്കര മേക്കപ്പ് ഒന്നുമില്ല. പ്രത്യേകിച്ച് ഈ സീനിൽ ഹോസ്റ്റലിൽ കയറുന്ന സീനാണ് ഞാൻ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പൗഡർ ഇട്ടു, ലിപ്പ് ഒന്ന് ന്യൂഡാക്കി കൊടുത്തു, പിന്നെ ഐ ഷാഡോ അതിനകത്ത് ഉണ്ട് കേട്ടോ, നമുക്ക് നല്ലപോലെ അറിയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ലിപ്സ്റ്റിക് വെച്ചിട്ട് അതും സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും ഒരു കംപ്ലീറ്റ് ആയി കേട്ടോ. അങ്ങനെ വീണ്ടും ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ്. എനിക്ക് ഒരു ഷെയ്ഡ് കൊണ്ട് തൃപ്തിപ്പെടാൻ പറ്റിയില്ല. എനിക്ക് ആ മെറൂൺ കളർ ആണെങ്കിൽ എനിക്ക് ഭയങ്കര തൃപ്തിയാകത്തുള്ളൂ ഗൈസ്. അതുകൊണ്ട് ഞാൻ അത് ഇട്ട് കൊടുത്തപ്പോൾ സെറ്റായി. എന്നിട്ട് ഞാൻ എൻ്റെ പോണിറ്റെയിൽ അഴിച്ചിട്ട് നേരെ വവരെടുത്തിട്ട് ബാക്കിലോട്ട് കെട്ടി വെച്ചു. എന്നിട്ട് ഫ്രണ്ടിൽ രണ്ട് സൈഡിലും ഇതുപോലെ മുടി ഇടണം. അങ്ങനെയാണ് ഈ സീനിൽ ഇട്ടേക്കുന്നത്. ഫ്രണ്ടിലോട്ട് ഇങ്ങനെ മുടി ഇടുമ്പോൾ ഇത്ര നീളത്തിൽ ഇടേണ്ട ആവശ്യമില്ല, വേണമെങ്കിൽ വെട്ടിക്കളയാം. പക്ഷെ ഞാൻ വെട്ടത്തില്ല, കാരണം എനിക്ക് ഇനി ഈ മുടി കെട്ടി വെക്കാനുള്ളതാണ്. അവിടെ ഇവിടെ സ്ലൈഡൊന്നും കുത്തി വെച്ചുകൊണ്ട് പോകാൻ എനിക്ക് ഇഷ്ടമല്ല. ആൻഡ് ഫൈനലി ആ വൈറ്റ് ഷോളും കൂടി ഇട്ടപ്പോഴത്തേക്കും ലുക്ക് കംപ്ലീറ്റ് ആയി. ഇനി ആ സീൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ബാഗും കൂടെ എടുക്കുന്നത് കേട്ടോ. കാരണം നമിത പ്രമോദി ഹോസ്റ്റലിലോട്ട് കയറുമ്പോഴത്തേക്കും കയ്യിൽ ബാഗുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ അതുപോലത്തെ ഒരു ഏകദേശം ലുക്കുള്ള ഒരു ബാഗുണ്ട്. അതും കൂടെ എന്തുകൊണ്ട് ആയിക്കോളാന്ന് പറഞ്ഞ് ഞാൻ എടുത്തിട്ടാണ്. പിന്നൊരു കാര്യം വിട്ടുപോയി, ആക്സസറീസ്. സിമ്പിൾ ഒരു മാലയും പിന്നെ ഒരു വൈറ്റ് ബീഡഡ് പേൾ സ്റ്റഡും കൂടെയാണ് ഞാൻ പെയർ ചെയ്യുന്നത്. ഇനി ഈ ക്രിയേറ്റ് ചെയ്ത ലുക്ക് വെച്ചിട്ട് റീലും കൂടെ കണ്ടാലോ? പെട്ടെന്നുള്ള ദേഷ്യത്തിലും സങ്കടത്തിലും തോന്നിപ്പോയതാ. മണ്ടത്തരവാ, അറിയാം, സംഭവിച്ചു പോയി. അന്നവൻ അന്വേഷിച്ച് വന്നപ്പോഴാ തന്നെ ക്യാൻറ്റീനിൽ വെച്ച് ഞാൻ കണ്ടത്. അന്നെ കടലെടുത്ത് എങ്ങനെ കയറി വരുന്നു? കൂടുതൽ ഡയലോഗ് ഒന്നും അടിക്കണ്ട. അതിന് പകരമായിട്ടല്ല എന്നെ 20,000 രൂപ എണ്ണി മേടിച്ചത്. അത് എന്നാലും അവനെയൊക്കെ ആരെങ്കിലും കയറി പ്രേമിക്കുവോ? പറ്റിയത് പറ്റി. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങിത്താ. എന്റെ പൊന്നിറമോ.